ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA കമ്പൽസറി പേപ്പറായ എൻവയോൺമെൻറ്റ് സ്റ്റഡീസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകൾ ബ്ലോക്ക് ഫസ്റ്റിലെ തന്നെ 4ാമത്തെ യൂണിറ്റിൽ നിന്ന് അതുപോലെ അത് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ അടുത്തതും കൂടി നമുക്ക് ഉൾപ്പെടുത്താം. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ബ്ലോക്കിൽ 4ാമത്തെ യൂണിറ്റാണ് മെയിനായിട്ട് വാട്ടർ സോഴ്സ്. അതിലാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന്. അപ്പോൾ അതിൽ നമ്മളോട് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതേപോലെ നോട്ട്സ്, മലയാളം നോട്ട്സ്, പെയ്ഡ് നോട്ട്സ് ഉണ്ട്. നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മുൻ വീഡിയോയിലൊക്കെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ വന്നാൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം കേട്ടോ. സെക്കൻഡ് സെമ്മിൻ്റെ നോട്ട്സും ഉണ്ട് കേട്ടോ, എക്കണോമിക്സും സോഷ്യോളജിയും. അതും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ആ നമ്പറിൽ വാട്സപ്പിൽ വന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലുള്ള ക്വസ്റ്റ്യൻസ്. ഡിസ്ക്രൈബ് ദ ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടറാണ്. ജലത്തിൻ്റെ ആഗോള വിതരണത്തെ വിവരിക്കാനാണ്. 2 മാർക്കിനാണ് ചോദിക്കുക, പക്ഷേ അത് വരും. അപ്പോൾ എന്താണ് ഈ ആഗോള വിതരണം എന്ന് പറഞ്ഞാൽ? ആഗോള തലത്തിൽ ജലം എങ്ങനെയാണ് വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്, മൊത്തം ജലം എങ്ങനെയാണ് വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിലെ ജലവിതരണം പൊതുവെ അസമമായ രീതിയിലാണ് വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ലോകത്തിലെ മൊത്തം ജലവിതരണത്തിൽ 332.5 മില്യൺ ദശലക്ഷം ക്യൂബിക് മൈലാണുള്ളത്. അതിൽ 97% ഉപ്പുവെള്ളമാണ്. അതെവിടെയാണ്? സമുദ്രത്തിലും കടലിലും ഒതുങ്ങിയിരിക്കുന്നു. പിന്നെ അവശേഷിക്കുന്ന 3% ഭൂമിയിലെ ശുദ്ധജലമാണ്. ഈ ശുദ്ധജലത്തിൻ്റെ പ്രധാന ഭാഗം മഞ്ഞുകൂടിയ ഭൂഖണ്ഡങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും ഐസ് ക്യാപ്പുകളിലും ഹിമാനികളിലും ഒക്കെ ആയിട്ടങ്ങനെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതാണ് മൊത്തം വിതരണം ചെയ്യപ്പെട്ടുള്ളത്. അപ്പോൾ കരയിലെ ശുദ്ധജലം മാത്രം കണക്കാക്കിയാൽ മൊത്തം ശുദ്ധജലത്തിൽ 79% മഞ്ഞുപാളികളും ഹിമാനികളിലുമാണ്. ശുദ്ധജലത്തിൻ്റെ മറ്റൊരു 20% ഭൂഗർഭ ജലവുമാണ്. ഈ രീതിയിലാണത് വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി നമ്മളോട് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ടർ റിസോഴ്സസ്. വിവിധതരം വാട്ടർ റിസോഴ്സുകൾ വിവരിക്കാനാണ്. 2 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്ന് സാൾട്ട് വാട്ടറാണ്, ഉപ്പ് വെള്ളം എന്ന് പറയുന്നത്. ഭൂമിയിലെ ജലത്തിൻ്റെ ഭൂരിഭാഗവും ഉപ്പ് വെള്ളമാണ്. രണ്ടാമത്തത് സർഫസ് വാട്ടർ, ഉപരിതല ജലമാണ്. നദി, കുളം, തടാകം എന്നിവയിലൊക്കെ കാണുന്നതാണ്. പിന്നെ അഴിമുഖങ്ങളിലൊക്കെ ഉള്ളത് ഏതാണ്? സർഫേസ് വാട്ടറാണ്. പിന്നെ റിവേഴ്സാണ്. റിവേഴ്സ് നദികൾ ഗുരുത്വാകർഷണം മൂലം മുകളിൽ നിന്ന് താഴേക്ക്, നദികളിൽ നിന്ന് താഴ്ഭാഗത്ത് കൂടി വെള്ളം ഒഴുകിയെത്തും. അതാണ് റിവേഴ്സ്. പിന്നെ ഗ്രൗണ്ട് വാട്ടറാണ്. ഗ്രൗണ്ട് വാട്ടർ പറഞ്ഞാൽ എന്താ? ഭൂഗർഭ ജലം. നമ്മൾ മനുഷ്യർ കുടിക്കാൻ മുതൽ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് ഗ്രൗണ്ട് വാട്ടറാണ്, അല്ലെങ്കിൽ ഭൂഗർഭ ജലമാണ്. മണ്ണിൻ്റെയും പാറകളുടെയും ഉപരിതല സുഷിരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജലമാണ് ഇത് ഭൂഗർഭ ജലം. പിന്നെ ഫ്രോസൺ വാട്ടറാണ് എന്ന് പറഞ്ഞാൽ ശീതീകരിച്ച വെള്ളം. ശീതീകരിച്ച വെള്ളം എന്ന് പറഞ്ഞാൽ അതാണ് ഐസ് വെള്ളം നോക്കുമ്പോൾ പറയാം. തണുത്തുറഞ്ഞ ജലം ജലാശയങ്ങളിലെടുത്തുറന്ന് മഞ്ഞുപാളികളായിട്ട് കാണപ്പെടുന്നതാണ് ശീതീകരിച്ച ജലം എന്ന് പറയുന്നത്. പിന്നെ ഐസാണ് ലാസ്റ്റത്ത് വരുന്നത്. ഐസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ വടക്കൻ ദക്ഷിണ ധ്രുവങ്ങളിൽ മഞ്ഞുപാളികളായിട്ടും ഉയർന്ന പർവ്വതങ്ങളിലും ഉയർന്ന അക്ഷാംശങ്ങളിലും സ്ഥിരമായിട്ട് കാണപ്പെടുന്നു ഐസ് കേട്ടോ. ഇനി ഇതിന്ന് നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് വാട്ടർ സ്കേഴ്സിറ്റി ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഡിസ്കസ് ഇറ്റ്സ് ഡിഫറെൻറ്റ് ടൈപ്സ്. വാട്ടർ സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ജലത്തിന് ക്ഷാമം ഉണ്ടാകുന്ന അവസ്ഥയാണ്, അല്ലെങ്കിൽ ജലം കിട്ടാനില്ലാത്ത അവസ്ഥയ്ക്കാണ് എന്ത് പറയുക? വാട്ടർ സ്കേഴ്സിറ്റി എന്ന് പറയുക. അത് 2 തരത്തിലുണ്ട്. ഭൗതിക ജലക്ഷാമമുണ്ട്, സാമ്പത്തിക ജലക്ഷാമമുണ്ട്. ആവാസ വ്യവസ്ഥകൾ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ ആവശ്യമായ ജലമില്ലാതിരിക്കുന്ന അവസ്ഥയാണ് ഭൗതിക ജലക്ഷാമം, അല്ലെങ്കിൽ ഫിസിക്കൽ വാട്ടർ സ്കേഴ്സിറ്റി. അപ്പോൾ സാമ്പത്തിക ജലക്ഷാമം അല്ലെങ്കിൽ എക്കണോമിക് വാട്ടർ സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാലോ, നദികളിലെ ജലസ്രോതസ്സുകളിൽ നിന്നോ മറ്റ് ജലസ്രോതസ്സുകളിൽ നിന്നോ ജലമെടുക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളിലോ സാങ്കേതിക വിദ്യയിലോ ഉള്ള നിക്ഷേപത്തിൻ്റെ അഭാവമോ ജലത്തിൻ്റെ ആവശ്യം തൃപ്തിപ്പെടുത്താനുള്ള മനുഷ്യശേഷിയുടെ കഴിവില്ലായ്മയോ സാമ്പത്തിക ജലക്ഷാമത്തിന് കാരണമോ അല്ലെങ്കിൽ അതിൻ്റെ കാരണമായിട്ടുണ്ടാകുന്നതാണ് സാമ്പത്തിക ജലക്ഷാമം എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മളോട് ഇതിന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് പോയിൻ്റ് ആൻഡ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് വാട്ടർ സ്കേഴ്സിറ്റി. പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് പോയിൻ്റ് ആൻഡ് നോൺ പോയിൻ്റ് സോഴ്സ് ഓഫ് പൊല്യൂഷൻ. മലിനീകരണത്തിൻ്റെ പോയിൻ്റ് മലിനീകരണം, നോൺ പോയിൻ്റ് മലിനീകരണം എന്നിങ്ങനെയുള്ള അവസ്ഥകൾ വേർതിരിക്കാനാണ്. അപ്പോൾ ഈ സർഫസ് വാട്ടറിനുണ്ടാകുന്ന അല്ലെങ്കിൽ ഉപരിതല ജലത്തിനുണ്ടാകുന്ന ഒരു ഭീഷണിയാണിത് പോയിൻ്റ് സ്രോതസ്സുകളിൽ നിന്നുള്ള മലിനീകരണം എന്ന് പറയുന്നത്. അപ്പോൾ പോയിൻ്റ് സോഴ്സുകളിൽ നിന്നുള്ളതാണ് ഒറ്റപ്പെട്ടതും തിരിച്ചറിയാവുന്നതുമായ ഉറവിടത്തിൽ നിന്നുണ്ടാകുന്ന മലിനീകരണമാണ്. പോയിൻ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റപ്പെട്ടതും തിരിച്ചറിയാവുന്നതുമായ ഉറവിടത്തിൽ നിന്നുണ്ടാകുന്ന മലിനീകരണം. ഫാക്ടറികളിൽ നിന്നോ മറ്റോ മലിനജലം ഒഴുകി വരുമ്പോൾ അത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നിന്ന് വരില്ല, അതൊരു പോയിൻ്റ് സോഴ്സിൽ നിന്ന്. എന്നാൽ നോൺ പോയിൻ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം തിരിച്ചറിയാൻ കഴിയാത്ത ഉറവിടങ്ങളിൽ നിന്നുണ്ടാകുന്ന
ഉണ്ടാകുന്ന മലിനീകരണമാണ് എന്ത് നോൺ പോയിൻ്റ് സോഴ്സ് ഓഫ് ത്രെഡ്സ് എന്ന് പറയുന്നത്, സർഫേസ് വാട്ടർ ത്രെഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. അത് കൃഷിയിടങ്ങളിൽ നിന്നുള്ള അവശിഷ്ടങ്ങളിൽ നിന്ന് ഒലിച്ചിറങ്ങും. അപ്പോൾ അതാണ് ഒരു കൃഷിയിടത്തിൽ നിന്ന് മാത്രമായിരിക്കില്ല, പല കൃഷിയിടങ്ങളിൽ നിന്ന് പല മേഖലകളിലേക്ക് ഒലിച്ചിറങ്ങിയിട്ട് വെള്ളം മലിനം. അപ്പോൾ പോയിൻ്റ് സോഴ്സും നോൺ പോയിൻ്റ് സോഴ്സും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഇനി വാട്ട് ആർ ദ ത്രെഡ്സ് ഫേസ്ഡ് ബൈ ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസ്? ഭൂഗർഭജലം നേരിടുന്ന പ്രധാന ഭീഷണികൾ ഏതൊക്കെയാണ് എന്നാൽ ഭൂഗർഭജലം നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യം എന്താണ് ഭൂഗർഭജലം എന്ന് കൊടുക്കുക, മാർക്കിനനുസരിച്ച് 4 മാർക്കിനാണെങ്കിൽ കേട്ടോ. അപ്പോൾ എന്താണ് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ പാറകളിലും കാണുന്ന ഏറ്റവും ശുദ്ധമായ മനുഷ്യൻ കുടിക്കാൻ മുതൽ എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ജലമാണ് ഏത് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്. അത് നേരിടുന്ന പ്രധാന ഭീഷണികൾ ഒന്ന് മാൻമെയ്ഡ് ത്രെഡ്സ് ആണ്, മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ മൂലമുണ്ടാകുന്ന ഭീഷണികൾ. ഭൂഗർഭജലത്തെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രവർത്തനങ്ങളെ 4 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. 1 മാലിന്യ നിർമ്മാർജ്ജനം, 2 വിഭവങ്ങൾ വേർതിരിച്ചെടുക്കൽ, 3 കാർഷിക രീതികൾ, 4 നഗരവൽക്കരണം. പിന്നെ വേസ്റ്റ് ഡിസ്പോസൽ ഉണ്ട്. മാലിന്യ നിർമ്മാർജ്ജനം എന്താണ്? മാലിന്യ നിർമ്മാർജ്ജനം മാലിന്യം അമിതമായി ഭൂമിയിലേക്ക് തള്ളുന്നതും ശരിയായ രീതിയിൽ അത് സെപ്റ്റിക് ടാങ്കുകൾ നിർമ്മിക്കാത്തതും ഇതിൽ ഉൾപ്പെടും. നമ്മൾ പറഞ്ഞ എന്താണ് രണ്ടാമത്തത്? വിഭവങ്ങൾ വേർതിരിച്ചെടുക്കൽ, റിസോഴ്സ് എക്സ്ട്രാക്ഷനാണ് അല്ലേ. വനത്തിലൂടെ ഭൂമിക്ക് ആവശ്യമായ ധാതുക്കൾ പുറത്തെടുക്കുന്നതാണ് ഭൂഗർഭജലത്തെ എടുക്കുന്ന രീതിയിൽ നമ്മളത് ചെയ്യുമ്പോൾ, മനുഷ്യർ ചെയ്യുമ്പോൾ അതെന്താവും? ജലത്തെ മലിനമാക്കും. പിന്നെ മൂന്നാമത് നമ്മൾ പറഞ്ഞ എന്താണ്? കാർഷിക രീതികളാണ്. രാസവളങ്ങളും കീടനാശിനി ഉപയോഗിച്ച് മനുഷ്യൻ കൃഷി ചെയ്യുമ്പോൾ അതും ഭൂഗർഭജലം നശിക്കുന്നതിന് ഇടവരുത്തും. പിന്നെ നഗരവൽക്കരണമാണ്, അർബനൈസേഷൻ. അതെങ്ങനെയാണ്? അവിടുത്തെ ഫാക്ടറികളിൽ നിന്നുള്ള അഴുക്കും ആളുകളുടെ തിങ്ങിപ്പാർക്കലും ഭൂഗർഭജലം മലിനമാകുന്നതിന് ഇടവരുത്തും. ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, ഫസ്റ്റ് കാരണമാണ് മാൻമെയ്ഡ് ത്രെഡ്സ് അല്ലെങ്കിൽ മനുഷ്യ പ്രവർത്തനങ്ങൾ മൂലമുണ്ടാകുന്ന ഭീഷണി. രണ്ടാമത്തത് നാച്ചുറൽ കണ്ടാമിനേഷനാണ്, അതായത് സ്വാഭാവികമായ മലിനീകരണം. നാച്ചുറൽ കണ്ടാമിനേഷൻ, സ്വാഭാവിക മലിനീകരണം. 2 രീതിയിൽ. അതിൻ്റെ 2 രീതികൾ ഭൂഗർഭജലം മലിനമാകുന്നുണ്ട്. അപ്പോൾ അതിലെങ്ങനെയാണ്? ക്ലോറൈഡുകളുടെയും നൈട്രേറ്റുകളുടെയും സ്വതന്ത്രമായ ഒഴുക്കിനെ നിയന്ത്രിക്കാനും അവ പാറകളിലൂടെ വെള്ളം നിറങ്ങുമ്പോൾ അതെന്ത് ചെയ്യുന്നു? ആ വെള്ളത്തിലൂടെ ഒഴുകിയിട്ട് മൊത്തം ജലത്തെയും മലിനമാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ഈ 2 എണ്ണമാണ് എന്ത്? സർഫേസ് വാട്ടർ ഗ്രൗണ്ട് വാട്ടർ ത്രെഡ്സ് കേട്ടോ. അപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് ആർ ദ ത്രെഡ്സ് ഫേസ്ഡ് ബൈ ഗ്രൗണ്ട് വാട്ടർ. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? എന്താണ് ഗ്രൗണ്ട് വാട്ടർ എന്ന് കൊടുത്തതിന് ശേഷം അതിൻ്റെ ത്രെഡ്സ് എഴുതുക. പിന്നെ അടുത്തത് എക്സ്പ്ലെയിൻ വാട്ടർ ലോഗിങ്. എന്താണ് വെള്ളക്കെട്ട് എന്നാണ്. വെള്ളക്കെട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. വാട്ടർ ലോഗിങ് എന്താണ്? വെള്ളക്കെട്ട്. വെള്ളക്കെട്ട് എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും എന്താണ്? കുറഞ്ഞ മണ്ണിൽ വെള്ളം എങ്ങനെ അമിതമായിട്ട് കെട്ടി നിൽക്കുന്ന അവസ്ഥയ്ക്കാണെന്ന് പറയുന്നത് വെള്ളക്കെട്ട് എന്ന് പറയുന്നത്. വാട്ടർ ലോഗിങ് എന്നാണ് പറയുക. എന്താ പറയുക? വാട്ടർ ലോഗിങ് അല്ലെങ്കിൽ വെള്ളക്കെട്ട്. വെള്ളം മണ്ണിൽ ഇങ്ങനെ അമിതമായിട്ട് കൂടുതൽ സമയം കെട്ടി നിൽക്കുന്നൊരവസ്ഥയ്ക്കാണ് വാട്ടർ ലോഗിങ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ വെള്ളക്കെട്ട് അത് നമ്മൾ വിശദീകരിക്കാൻ പറയുകയാണെങ്കിൽ എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകും എന്നുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. എങ്ങനെയാണ് അപ്പോൾ നമ്മളതിന് ആൻസർ കൊടുക്കേണ്ടത്? വെള്ളക്കെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു ആൻസർ കൊടുക്കുകയാണെങ്കിൽ വെള്ളം കൊണ്ട് മണ്ണിനെ പൂർണ്ണമായി നനച്ച് നിർത്തുന്നതാണ് വെള്ളക്കെട്ട്. അങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഭൂരിഭാഗം സമയവും മണ്ണ് വെള്ളത്താൽ പൂരിതമാകുമ്പോൾ അത് വെള്ളക്കെട്ടായിട്ട് കണക്കാക്കാം. അപ്പോൾ മണ്ണ് വായുരഹിതമായൊരവസ്ഥയിൽ ആയിരിക്കും. കൃഷിയിടങ്ങളിലെ വെള്ളക്കെട്ട് പലതരത്തിലായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന്, കാരണങ്ങളെ അടിസ്ഥാനമാക്കി വെള്ളക്കെട്ടിനെ 2, ഇത് മാർക്കിനനുസരിച്ച് മതിയിട്ടോ. 2 മാർക്കിനാണെങ്കിൽ എന്താ വെള്ളക്കെട്ട് എന്നുള്ളത് മാത്രം എഴുതിയാൽ 4 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ മാത്രം ഇതൊക്കെ കൊടുത്താൽ മതി കേട്ടോ. കാരണങ്ങളെ അടിസ്ഥാനമാക്കി 2ആയിട്ട് തരംതിരിച്ചു. ഏതൊക്കെയാണ്? സ്വാഭാവികം, മനുഷ്യപ്രേരിത വെള്ളക്കെട്ട്. അപ്പോൾ സ്വാഭാവികം എന്ന് പറഞ്ഞാൽ പ്രകൃതിദത്ത ചതുപ്പുകളും താഴ്വരകളും, മനുഷ്യപ്രേരിതം എന്ന് പറഞ്ഞാൽ കൃഷി പോലെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്നത്. പിന്നെ സ്ഥിരതയെ അടിസ്ഥാനമാക്കി വെള്ളക്കെട്ടുകളെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്? താൽക്കാലികം ആയതും സ്ഥിരമായ വെള്ളക്കെട്ട് എന്നങ്ങനെ 2ആയിട്ട് തരംതിരിച്ചിട്ട്. അപ്പോൾ അതിൽ താൽക്കാലികം എന്ന് പറയുമ്പോൾ ദിവസങ്ങൾ മുതൽ മാസങ്ങൾ വരെ വെള്ളം കെട്ടി നിൽക്കുന്നതാണ് താൽക്കാലികം. പിന്നെ അതങ്ങനെയുണ്ട് സ്വാഭാവികമായിട്ട് ഇല്ലാതാവും. എന്നാൽ സ്ഥിരമായതെന്ന് പറയുമ്പോൾ വർഷം മുഴുവനും സംഭവിക്കുന്നതാണ് സ്ഥിരമായ വെള്ളക്കെട്ട് എന്ന് പറയുന്നത്. ഇനി ജലത്തിൻ്റെ ഉറവിടത്തെ അടിസ്ഥാനമാക്കി എന്ത് ചെയ്തിട്ടുണ്ട്? 2ആയിട്ട് വീണ്ടും വെള്ളക്കെട്ടിനെ തരംതിരിച്ചിട്ടുണ്ട്. മഴവെള്ളം, പിന്നെ ജലസേചന കൃഷി. മഴവെള്ളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അധിക ജലത്തിൻ്റെ ഉറവിടം നേരിട്ടുള്ള മഴയാണ്. അപ്പോൾ മഴ കാരണത്താൽ വെള്ളം കെട്ടി നിൽക്കും. പിന്നെ ജലസേചന കൃഷി പറഞ്ഞാൽ ജലസേചനത്തിന് വേണ്ടി വിതരണം ചെയ്യുന്ന വെള്ളം മൂലം ഉണ്ടാകുന്ന വെള്ളക്കെട്ടാണ്.
പിന്നെ സ്ഥാനം അടിസ്ഥാനമാക്കിയിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, വെള്ളക്കെട്ടിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? കൃഷിയിടങ്ങളിലെ വെള്ളക്കെട്ടും മറ്റ് ഉപയോഗപ്രദമായ ഭൂമിയിലെ വെള്ളക്കെട്ടും. കൃഷിയിടങ്ങളിൽ നിന്നാൽ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത്, മറ്റ് ഉപയോഗപ്രദമായ ഭൂമിയിൽ പറഞ്ഞാൽ നിർമ്മിത പ്രദേശങ്ങളും അതായത് എന്തെങ്കിലും കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന സമയത്തുണ്ടാകുന്ന വെള്ളക്കെട്ട്. ഇതൊക്കെയാണ് അപ്പോൾ വെള്ളക്കെട്ട് അല്ലെങ്കിൽ വാട്ടർ ലോഗിങ്. ഇത് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ് കേട്ടോ. വാട്ടർ ലോഗിങ് ഒക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഇനി ഇതിന്ന് എക്സ്പ്ലെയിൻ കോസ്റ്റൽ സോൺ റെഗുലേഷനാണ് എന്ന് പറഞ്ഞാൽ തീരദേശ നിയന്ത്രണ മേഖല വിശദമാക്കാൻ. കോസ്റ്റൽ സോൺ റെഗുലേഷൻ അതിന് നിയമങ്ങൾ തന്നെയുണ്ട്. കോസ്റ്റൽ സോൺ റെഗുലേഷൻ ഇപ്പോൾ പറയാം, ഇന്ത്യയിൽ 1986 കൊണ്ടുവന്ന പാരിസ്ഥിതിക സംരക്ഷണ നിയമത്തിലെ 3-ാം വകുപ്പ് പ്രകാരം 1991 ഫെബ്രുവരിയിൽ ആദ്യമായി കോസ്റ്റൽ റെഗുലേഷൻ സോൺ CRZ എന്ന ഷോർട്ട് ഫോമിലും ചിലപ്പോൾ ചോദിക്കും കേട്ടോ, നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടു. അത് പ്രകാരം പാരിസ്ഥിതിക വനം വകുപ്പിന് കീഴിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചത്. ഇതിൻ്റെ ഈ എന്താ പറയുക, കോസ്റ്റൽ സോണിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. ഉയർന്ന തിരമാല അടിക്കുന്ന 500 മീറ്റർ തീരം, വേലിയേറ്റ ഏറ്റക്കുറച്ചിലുകൾക്ക് വിധേയമാകുന്ന തോടുകൾ, അഴിമുഖങ്ങൾ, തടാകങ്ങൾ, കായൽ, നദികൾ എന്നിവയുടെ തീരത്ത് 100 മീറ്റർ നീളമുള്ള ഒരു ഘട്ടത്തെ തീരദേശ നിയന്ത്രണ മേഖല എന്ന് വിളിക്കും. ആ നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യമാണത് കേട്ടോ. ഈ മേഖലയിലേക്ക് വ്യവസായങ്ങൾ വ്യാപിക്കുന്നതിന് ഈ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മേഖലയിലേക്ക്, ഈ പറഞ്ഞ തീരദേശ നിയന്ത്രണ മേഖലയിലേക്ക് വ്യവസായങ്ങൾ വ്യാപിക്കുന്നതിന് നിയന്ത്രിച്ചിട്ടുണ്ട്. പിന്നെ കോസ്റ്റൽ റെഗുലേഷൻസ് നോട്ടിഫിക്കേഷൻ വരുന്നത് 2019 ആധുനിക ആഗോള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന വിധത്തിൽ സുസ്ഥിരമായ രീതിയിൽ ശാസ്ത്രീയമായ തത്വങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ തീരദേശ വികസനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒന്നായിരുന്നു 2011 CRZ നോട്ടിഫിക്കേഷൻ. അതിനെ പുതുക്കിക്കൊണ്ട് കൊണ്ടുവന്നതാണ് ഏത്, 2019 CRZ എന്ന് പറഞ്ഞാൽ എന്താ, കോസ്റ്റൽ സോൺ റെഗുലേഷൻ സോൺ. കോസ്റ്റൽ റെഗുലേഷൻ സോൺ CRZ നോട്ടിഫിക്കേഷൻ. ഈ 2019 കോസ്റ്റൽ സോൺ റെഗുലേഷൻ നിയമം അനുസരിച്ച് കൊണ്ടുവന്ന പ്രധാന പ്രവർത്തനമാണ് CRZ1, CRZ2, CRZ3 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കോസ്റ്റൽ മേഖലകളെ 4 വരെയായിട്ട് തരംതിരിച്ചു എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മളതിൽ ആൻസറായിട്ട് കൊടുക്കേണ്ടത്. കോസ്റ്റൽ സോൺ റെഗുലേഷനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ കൊടുക്കേണ്ടത്. പിന്നെ നമുക്കിതിൽ നിന്നൊരു എസ്സേ ചോദിക്കാം. റൈറ്റ് ആൻ എസ്സേ ഓൺ ഗ്രൗണ്ട് വാട്ടർ ആൻഡ് സർഫേസ് വാട്ടർ ത്രെഡ്സ് ആണ്. ഭൂഗർഭജല ഉപരിതല ജല ഭീഷണികളെക്കുറിച്ച് ഒരു എസ്സേ തയ്യാറാക്കാണ്. അതിലിപ്പോൾ നമ്മൾ ഗ്രൗണ്ട് വാട്ടർ ത്രെഡ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇനി സർഫേസ് വാട്ടർ ത്രെഡ്സും രണ്ടുകൂടി ചേർത്തിട്ടാണ് എസ്സേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിനി സർഫേസ് വാട്ടർ ത്രെഡ്സ് പറയണം. എന്താണ് സർഫേസ് വാട്ടർ ത്രെഡ്സ് എന്ന് പറഞ്ഞാൽ? ഉപരിതല ജലം എങ്ങനെയാണ് ഭീഷണി നേരിടുന്നത് അത് 2 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയാണ്? പോയിൻ്റ് സോഴ്സിൽ നിന്നും നോൺ പോയിൻ്റ് സോഴ്സിൽ നിന്നും മലിനീകരണം ഉപരിതല ജലം നേരിടുന്നുണ്ട് അല്ലേ. അപ്പോൾ അതെന്താണ്? ഒറ്റപ്പെട്ടതും തിരിച്ചറിയാവുന്നതുമായ ഒരിടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന മലിനീകരണമാണ് പോയിൻ്റ് സോഴ്സ് ത്രെഡ്സ് എന്ന് പറയുന്നത്. എന്നാൽ നോൺ പോയിൻ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിലധികം തിരിച്ചറിയാൻ കഴിയാത്ത ഉറവിടങ്ങളിൽ നിന്നുണ്ടാകുന്ന മലിനീകരണമാണ് നോൺ പോയിൻ്റ് ത്രെഡ്സ് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ നമ്മളത് പറയുമ്പോൾ ജലം എങ്ങനെ മലിനമാകുന്നു എന്നറിയണം അല്ലേ. ജലമലിനീകരണത്തിന് പല കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഗാർഹിക ജലമലിനീകരണമുണ്ട്, ശുദ്ധജലത്തിലെ വ്യാവസായിക മാലിന്യങ്ങളുണ്ട്, പിന്നെ കാർഷിക മലിനീകരണങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് മാത്രം എഴുതുമ്പോൾ നമുക്കൊരു എസ്സേക്കില്ല. ഇങ്ങനെ 10 മാർക്കിന് വേണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ജലമലിനീകരണത്തിൻ്റെ ഇഫക്ട്സ് കൂടി കൊടുക്കുക. ഇഫക്ട്സ് എന്താണ്? കോളറ, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങൾക്ക് അത് കാരണമാകും. ജലജീവികളുടെ നാശത്തിന് ഇടവരുത്തും. ജലത്തിലെ ആൽഗകളുടെയും പ്ലവങ്ങളുടെയും അമിത വളർച്ചയ്ക്ക് അത് ഇടവരുത്തും. ഇനി അതിൻ്റെ സൊല്യൂഷനും കൂടി കൊടുക്കുക. നമ്മൾ എസ്സേ ആവണമല്ലോ അല്ലേ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഗ്രൗണ്ട് വാട്ടർ ത്രെഡ്സ് എഴുതുക, പിന്നെ സർഫേസ് വാട്ടർ ത്രെഡ്സ് എഴുതുക, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? വാട്ടർ പൊല്യൂഷനുള്ള കാരണങ്ങൾ എഴുതുക, അതിൻ്റെ ഇഫക്ട്സ് എഴുതുക, അതിൻ്റെ സൊല്യൂഷൻസും കൊടുക്കുക. എന്നിട്ട് നമ്മൾ 10 മാർക്കിനായില്ല നമുക്ക് തോന്നുന്നു ണെങ്കിൽ സ്കെയർസിറ്റി കൊടുക്കുക, ജലക്ഷാമം കൂടി കൊടുത്തിട്ട് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പം എന്താണ് സൊല്യൂഷൻസ് എന്താ നോക്കുക? പ്രാഥമിക പരിരക്ഷയാണ് ഒന്നാമത്തെ. എന്താ പ്രാഥമിക പരിരക്ഷ? വേസ്റ്റ് നിക്ഷേപിക്കേണ്ട ഇടങ്ങളിൽ തന്നെ നിക്ഷേപിക്കുക. രണ്ടാമത്തത് സെക്കൻഡറി പരിരക്ഷയാണ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയകളെ നശിപ്പിക്കേണ്ട രീതിയിൽ തന്നെ നശിപ്പിക്കുക. മൂന്നാമത്തത് തൃതീയ പരിരക്ഷ, ടെർഷ്യറി എന്താ പറയുക സൊല്യൂഷനാണ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി സുരക്ഷാ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക. നേരത്തെ കണ്ടെത്തുക. എന്തെങ്കിലും നമ്മൾ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനുള്ള സുരക്ഷാ മാർഗ്ഗവും നമ്മൾ മുൻകൂട്ടി തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരമാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ എസ്സേ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ വാട്ടർ
ഗ്രൗണ്ട് വാട്ടർ ത്രെഡ്സ് എഴുതുക, സർഫേസ് വാട്ടർ ത്രെഡ്സ് എഴുതുക, പിന്നെ വാട്ടർ പൊല്യൂഷൻ്റെ കാരണങ്ങൾ, മലിനീകരണത്തിൻ്റെ കാരണങ്ങൾ എഴുതുക, അതിൻ്റെ ഫലങ്ങൾ എഴുതുക, അതിൻ്റെ സൊല്യൂഷൻ അതായത് പരിഹാര മാർഗ്ഗങ്ങൾ കൊടുക്കുക. എന്നിട്ട് 10 മാർക്കിനായില്ല എന്നാണെങ്കിൽ നമുക്ക് വാട്ടർ സ്കേഴ്സിറ്റി കൊടുക്കാം കേട്ടോ. അതും ആയിട്ടില്ലെങ്കിൽ ഒരു ലോഗിങ് ആണ് പിന്നെ കൊടുക്കാനുള്ളത്. അത്രയും വേണ്ട, തന്നെ മതിയാവും. അപ്പം തന്നെ ഏകദേശം ആവും. ഇത്ര എഴുതിയാൽ അതിൻ്റെ എസ് ആയി. അപ്പോൾ ആ ഒരു യൂണിറ്റ് നിങ്ങൾ ശരിക്കും പഠിക്കാൻ കഴിയും ഇതുകൊണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, താങ്ക്സ്.